പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി എന്നെ എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സിജിൽ, ഇതെൻ്റെ ഹസ്ബൻഡ് സിബിൻ, ഞങ്ങളുടെ മകൾ നഥാനിയ. ഞങ്ങൾ ആദ്യമായിട്ട് ഞാനിവിടെ വന്നത് 2019 എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ടാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. ഞങ്ങൾ അന്നൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയത് മാത്രമേ ഉള്ളൂ, ഉടമ്പടിയൊന്നും എടുത്തിട്ടില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2025 ഫെബ്രുവരി 6 അന്ന് വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വലിയ നിയോഗങ്ങളൊന്നുമില്ല. എൻ്റെ കുടുംബ സംരക്ഷണം, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് എൻ്റെ മറ്റുള്ളവർക്ക് വേണ്ടി, എൻ്റെ ഫ്രണ്ട്സിനും അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ സാധിച്ചും കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവരാരും ഇല്ലാത്തതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ല. അതിനകത്ത് ഞാൻ മെയിനായിട്ടും വെച്ച ഒരു കാര്യം എൻ്റെ OET എക്സാം ആയിരുന്നു. ആ എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ആ എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എക്സാം ഞാൻ പാസ്സായി. എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടി. പക്ഷെങ്കിൽ എനിക്ക് പോകാൻ പറ്റിയില്ല. എൻ്റെ OET എക്സ്പയറി ആയി ഈ മാസം. എനിക്കത് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു അത് പോകാൻ പറ്റാത്തതിൽ. അതിൻ്റെ കാരണം ആദ്യത്തെ ഒരു വർഷം ഫ്രീസിങ് ആയിരുന്നു, അവിടെ ഇൻ്റർവ്യൂസ് ഒന്നും നടക്കുന്നില്ലായിരുന്നു. പിന്നെ രണ്ടാമത്തെ വർഷം ആയപ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷം എൻ്റെ വിവാഹം കഴിഞ്ഞു. പിന്നെ വിവാഹം, പ്രഗ്നൻസി, ഡെലിവറിയൊക്കെ ആയിട്ട് അത് നടന്നില്ല. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര വിഷമമായിരുന്നു, എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പോൾ എനിക്കതൊരു വിഷമമായിട്ട് തോന്നുന്നില്ല. കാരണം അന്നങ്ങനെ പോയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ എൻ്റെ ഒരു കുടുംബമായിട്ട് എനിക്കിവിടെ വന്ന് നിൽക്കാൻ പറ്റില്ലായിരുന്നു, എൻ്റെ കുഞ്ഞിനെ എനിക്ക് കിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ എല്ലാം നടത്തുന്നത് എല്ലാം നന്മയ്ക്കായിട്ടാണെന്ന് ഞാൻ രുചിച്ചറിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡും എപ്പോഴും അത് പറയും, നമ്മുടെ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും അത് നമ്മുടെ നന്മയ്ക്കായിട്ടാണ്, നീ അങ്ങനെ വെച്ച് പ്രാർത്ഥിക്കണം. പിന്നെയും എനിക്കാണ് കുറച്ചുകൂടെ, ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും അയ്യോ അതെന്താ എനിക്ക് നടക്കാത്തതെന്ന് തോന്നാറുള്ളത് എനിക്കാണ്. പക്ഷേ ഹസ്ബൻഡ് എപ്പോഴും എനിക്ക് നല്ല മോട്ടിവേഷനായിട്ട് തരാറുണ്ട്. ഇനിയും എൻ്റെ മെയിൻ സാക്ഷ്യത്തിലേക്ക് ഞാൻ വരികയാണ്. കഴിഞ്ഞ വർഷം 2025 സെപ്റ്റംബർ 15 എൻ്റെ വിവാഹം നടന്നത്. ഞങ്ങൾ ലേറ്റ് മാരേജ് ആണ്. ഞങ്ങൾക്ക് 2 പേർക്കും 35 വയസ്സുണ്ട്. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങിയൊരു വിവാഹമാണ്. കാരണം വിവാഹം ഉറപ്പിച്ച സമയം തൊട്ട് ഞങ്ങൾ 2 പേരും 2 സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. ഞാൻ സൗദിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു, ഹസ്ബൻഡ് ഷിപ്പിൽ വർക്ക് ചെയ്യുന്നു. അപ്പം ഞങ്ങൾ 2 പേരും, ഞങ്ങൾക്ക് സമയത്തിൻ്റെയും വ്യത്യാസമുണ്ട്. അപ്പം ഞങ്ങൾ കൂടുതലും വിളിക്കാറൊന്നുമില്ല, മെസ്സേജ് അയക്കുകയാണ് ചെയ്യുന്നത്. ഒരു ദിവസം ഞങ്ങൾ രാത്രിയിൽ ഒരു ദിവസം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കാതെ ഞങ്ങൾ കിടന്നിട്ടില്ല. വിളിക്കാൻ പറ്റിയില്ലെങ്കിലും ആരെങ്കിലും ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും വോയിസ് നോട്ടായിട്ട് ഒരു പ്രാർത്ഥന അയക്കും. അത് രാവിലെ എഴുന്നേൽക്കുമ്പോഴാണെങ്കിലും രാത്രി കിടക്കുമ്പോഴാണെങ്കിലും പ്രാർത്ഥിച്ചിട്ടേ കിടക്കാറുള്ളൂ. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ എല്ലാ വിഷയങ്ങളും വെക്കും. വിവാഹത്തിൻ്റെ കാര്യമാണെങ്കിൽ പോലും ഞങ്ങൾ പ്രാർത്ഥിച്ചത്, ഈശോയ്ക്കും മാതാവിനും ഈ വിവാഹത്തിന് ഞങ്ങളെ ഒരുമിപ്പിക്കുന്നത് നല്ലതെന്ന് തോന്നുന്നെങ്കിൽ മാത്രമേ ഈ വിവാഹം നടക്കാവുള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെ മതി, അങ്ങനെയായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ ആ സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു കുഞ്ഞായിരിക്കണം, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ആദ്യമേ വിവാഹത്തിന് മുന്നേ തന്നെ അങ്ങനെ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. സെപ്റ്റംബർ 15 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. അപ്പം എല്ലാവരും പേടിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾക്ക് 2 പേർക്കും പ്രായം ഇത്ര ആയതുകൊണ്ട് ഒരു കുഞ്ഞുണ്ടാകുമോ ഇല്ലയോ എന്ന് അറിയില്ല, അല്ലെ കുഞ്ഞുണ്ടാകുവാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേഴ്സിംഗ് ഫീൽഡാണ്. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നതും ഞാൻ ലേബർ റൂമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങൾ എനിക്കും അറിയാം. അപ്പം ഞാൻ മാരേജൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ബ്ലഡ് ടെസ്റ്റൊക്കെ ഒന്ന് ചുമ്മാതെ ചെയ്ത് നോക്കി, എല്ലാ ഹോർമോണൽ ടെസ്റ്റൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പം എനിക്ക് AMH എന്ന് പറഞ്ഞിട്ട് ഒരു ഹോർമോണിന് ഒത്തിരി കുറവായിരുന്നു. സാധാരണ നോർമൽ ലെവൽ അതിൻ്റെ 1 വരേണ്ടത്, പക്ഷേ എനിക്കതിൽ 0.05 ആയിരുന്നു. അപ്പം അതിൽ വെച്ചിട്ട് നോർമലായിട്ട് കൺസീവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് എനിക്കും അറിയാം, സയൻറ്റിഫിക്കലി എനിക്കങ്ങനെ അറിയാം. അപ്പം ഞാൻ പലരോടും അന്വേഷിച്ചു, പല ഡോക്ടേഴ്സിനോടും അന്വേഷിച്ചു. അവരെല്ലാവരും പറഞ്ഞത്, നിങ്ങൾ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഇത്ര ധൃതി വെക്കേണ്ട കാര്യമൊന്നുമില്ല, എന്തായാലും നോക്കാം എന്ന് പറഞ്ഞു. ഞങ്ങൾക്കും എന്നാലും എൻ്റെ മനസ്സിൽ ഭയങ്കര പേടിയുണ്ടായിരുന്നു. കാരണം എനിക്ക് PCOD ഹിസ്റ്ററി ഒക്കെ ഉണ്ട്, ഞാൻ അതിന് ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തതാണ്. അപ്പം ഓൾറെഡി ഏജ് ഇത്ര ആയതുകൊണ്ട് പിന്നീട് ഇനി കുട്ടികളുണ്ടാകാൻ ലേറ്റ് ആകും, അല്ലെങ്കിൽ ഉണ്ടാവില്ലെങ്കിലോ എന്നുള്ള ഭയമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ മാതാവിൻ്റെ കൃപ കൊണ്ട് ഞാൻ സെപ്റ്റംബർ 15 കല്യാണം കഴിഞ്ഞു. നവംബർ 1 ഞാൻ പ്രഗ്നൻസി എനിക്ക് പോസിറ്റീവായി, UPT പോസിറ്റീവായി കാണിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്.
അതിനു മുന്നേ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഒക്ടോബർ 25-ാം തീയതി, അതായത് കല്യാണം കഴിഞ്ഞ അടുത്ത മാസം തന്നെ, ജപമാല റാലിയുടെ അന്നത്തെ ദിവസം ഞാനിവിടെ വന്നിരുന്നു. പക്ഷേ റാലിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടല്ല, ഇവിടെ പ്രാർത്ഥിച്ച് പോകാൻ വേണ്ടിയിട്ട് വന്നു. വരുന്ന വഴിക്ക് ഈ പറഞ്ഞതുപോലെ എനിക്ക് മഴവില്ല് മാതാവ് അടയാളം പോലെ എന്നെ കാണിച്ചു. അപ്പം മറ്റുള്ളവർക്ക് അതൊരു അടയാളമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കത് വലിയൊരു അടയാളം തന്നെയാണ്. മാതാവ് എനിക്ക് തരുന്നൊരു അടയാളമാണ്. പിന്നെ ഞാൻ കൃപാസനത്തിലോട്ട് അടുക്കും തോറും, ഈ വാതിലിലോട് വരും തോറും എൻ്റെ ദേഹം എല്ലാം ഭയങ്കരമായിട്ട് ശരീരമൊക്കെ തണുക്കാൻ തുടങ്ങി. എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് കരച്ചിൽ വരുന്നു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഉറപ്പുണ്ട് മാതാവ് നമുക്കൊരു സമ്മാനം തരും. പക്ഷെ അന്നറിയില്ല, അന്ന് ഞങ്ങൾ അയർലൻഡിന് പോകാൻ വേണ്ടിയിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. ഇനി അതാണോ കുഞ്ഞിൻ്റെ ആണോ എന്താണെന്നറിയില്ല. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് എനിക്കൊരു സമ്മാനം തരും എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അത് 25-ാം തീയതി ആയിരുന്നു, ഒക്ടോബർ 25-ാം തീയതി. നവംബർ 1-ാം തീയതി ഞാൻ UPT ഞങ്ങൾ വെറുതെ ചെക്ക് ചെയ്തതാണ്. അങ്ങനെ എൻ്റെ പീരീഡ്സ് റെഗുലറൊന്നും അല്ല, ഞാൻ വെറുതെ ചെക്ക് ചെയ്തു. അതെനിക്ക് പോസിറ്റീവായിട്ട് വന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ പ്രതീക്ഷിച്ചതേ ഇല്ലായിരുന്നു. അപ്പം ഞങ്ങളത് അറിഞ്ഞ് UPT പോസിറ്റീവാണെന്ന് അറിഞ്ഞ അതേ സമയം തന്നെ ഞങ്ങൾ രണ്ടുപേരും കൈകോർത്ത് പിടിച്ചെന്ന് പ്രാർത്ഥിച്ചു. ഈശോയ്ക്കും മാതാവിനും ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആ റിസൾട്ട് വെച്ചിട്ട് നോർമലായിട്ടൊരു പ്രഗ്നൻസി എനിക്ക് പോസിബിൾ അല്ലെന്ന് പറഞ്ഞിടത്ത്, എൻ്റെ ഒരു മെറിറ്റും ഇല്ലാത്തിടത്ത് എനിക്കൊരു പ്രഗ്നൻസി പോസിറ്റീവാക്കി തന്നതിൽ ഞാൻ അമ്മ മാതാവിനും ഈശോപ്പയ്ക്കും ഒരുപാട് നന്ദി പറഞ്ഞു. അതിൻ്റെ അന്നത്തെ ദിവസം തന്നെ എൻ്റെ നെക്സ്റ്റ് ഡേ എനിക്കിങ്ങനെ തോന്നുകയാണ്, മാതാവിൻ്റെ ഹൃദയത്തിലൂടെ വാള് കടന്ന് അതെനിക്ക് എൻ്റെ മനസ്സിലിങ്ങനെ വരുവാണ്. ഞാനിപ്പം നെക്സ്റ്റ് ഡേ ഞായറാഴ്ചയായിരുന്നു. ഞങ്ങൾ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചപ്പോഴൊക്കെ, കുർബാന എഴുന്നള്ളിച്ച് വെച്ചപ്പോഴൊക്കെ അങ്ങനെ ആ ഒരു രൂപം എനിക്ക് മനസ്സിൽ വരുവാണ്. ഞാനിപ്പോൾ ഹസ്ബൻഡിനോട് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ പറഞ്ഞു, എനിക്കറിയില്ല, നമ്മളിത്രയും സന്തോഷിച്ചല്ല ഇരുന്നിട്ട് എൻ്റെ മനസ്സിൽ മാത്രം എനിക്കിങ്ങനെ വരുവാണ്, മാതാവിൻ്റെ ഹൃദയത്തിലൂടെ വാള് കടന്നതുപോലെ എനിക്കൊരു വിഷമം വരും എന്നെനിക്ക് തോന്നുവാണ് എന്നിങ്ങനെ പറഞ്ഞു. എന്നോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്ക്, എന്താണേലും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അതിൻ്റെ നെക്സ്റ്റ് ഡേ തിങ്കളാഴ്ച രാവിലെ ആയപ്പോൾ എനിക്ക് ചെറിയൊരു പെയിനും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ എനിക്ക് പേടിയായി, ഇനി എന്താ ഇങ്ങനെ വരുന്നതെന്ന് അറിയില്ല. കണ്ടമാനം വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രി ആയപ്പോഴത്തേക്ക് ഒട്ടും പറ്റാതായി. ഞങ്ങൾ ആശുപത്രിയിൽ പോയപ്പോഴത്തേക്കാണ് അൾട്രാസൗണ്ടൊക്കെ ചെയ്തപ്പോൾ പറഞ്ഞു എനിക്ക് കിഡ്നി സ്റ്റോണിൻ്റെ ഇഷ്യൂ ഉണ്ട്. അതെനിക്ക് ഓൾറെഡി അതിൻ്റെ ഹിസ്റ്ററി ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഒരു 5-6 വർഷമായിട്ട് എനിക്ക് അതിൻ്റെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. പക്ഷേ ഡോക്ടർ പറഞ്ഞത് ഈ പ്രഗ്നൻസി ഹോർമോൺസിനൊക്കെ കാരണം കിഡ്നി സ്റ്റോണ് ഉള്ളത് നമുക്ക് കുറച്ചുകൂടെ വലുതായി, അതിനകത്തുനിന്ന് ഒരെണ്ണം പാസ്സായിട്ട് യുറീട്രിൽ വന്ന് ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെയാണ് എനിക്ക് ആ പെയിനൊക്കെ വന്നത്. അവർ പറഞ്ഞു നമുക്ക് നോക്കാം, ഒരാഴ്ച ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിച്ച് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ആൻറ്റിബയോട്ടിക്കൊക്കെ എടുത്തു, IV ആൻറ്റിബയോട്ടിക്കൊക്കെ എടുത്തു. പക്ഷേങ്കിൽ എനിക്കതിൻ്റെ വ്യത്യാസമൊന്നും വന്നില്ല. അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ച ആയപ്പോഴത്തേക്ക് ഞാൻ ഒരാഴ്ചയിൽ തന്നെ 3 പ്രാവശ്യമൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ തുടങ്ങി. വേദന കാരണം, വേദന സഹിക്കാൻ പറ്റാത്ത പോലെ ആയിപ്പോയി. അപ്പം ഞങ്ങൾ ആശുപത്രിയിൽ പോയപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ഇതവിടെ ഇരുന്ന് ബ്ലോക്കായി ഇൻഫെക്ഷനായി തുടങ്ങി, ഇനി ഇത് സർജറി ചെയ്തിട്ട് ആ സ്റ്റോൺ റിമൂവ് ചെയ്യണം, അല്ലാതെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം പ്രഗ്നൻസി പോസിറ്റീവ് ആയതേ ഉള്ളൂ, അതിനകത്ത് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് പോലും വന്നിട്ടില്ല, 4 ആഴ്ച ആയതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇതുപോലൊരു സർജറി എന്നൊക്കെ പറയുന്നത് ഞങ്ങൾ പറഞ്ഞു വേണ്ട നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ആഴ്ചകൾ ഇങ്ങനെ തള്ളിപ്പോയി. പക്ഷേ അവസാനം ആയപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇനി നിങ്ങളിത് സർജറി ചെയ്തില്ല, ആ സ്റ്റോൺ അവിടെ നിന്ന് റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ദോഷമാണ്, നിങ്ങളുടെ കിഡ്നിയെ അത് ബാധിക്കും, പിന്നീടത് കിഡ്നി ടോട്ടലായിട്ടും റിമൂവ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഡയാലിസിസിലോട്ടൊക്കെ പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പേടിയായിപ്പോയി. അത് ചെയ്തേ പറ്റുള്ളൂ. അപ്പോഴും ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു, ഞങ്ങൾ വിശ്വസിച്ചു ഇതൊന്നും ചെയ്യേണ്ടി വരില്ല, അതിനു മുന്നേ ഇതൊക്കെ എല്ലാം മാറുമെന്ന് വിചാരിച്ചു. ഉടമ്പടി തൈലവും എല്ലാം ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഉടമ്പടി തൈലം വയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കും, കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കും. കാശുരൂപം ഇല്ലാതെ എങ്ങും ഞാൻ പോവില്ലായിരുന്നു. എന്നിട്ടൊന്നും നമുക്ക് അങ്ങനൊരു കുറവായിട്ട് വന്നില്ല. അവസാനം ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഈ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങളത് ചെയ്തു. അന്നേരം ചെയ്യുന്നതിൻ്റെ അന്നത്തെ ദിവസം രാവിലെ തലേ ദിവസം വരെ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഒന്നുമില്ല. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഇതൊരു ഹെൽത്തി പ്രഗ്നൻസി ആണെന്ന് തോന്നുന്നില്ല, ചിലപ്പോൾ അത് അബോഷനായി പോകും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെങ്കിൽ സർജറിയുടെ അന്ന് ഞാൻ അഡ്മിറ്റായി. അന്നത്തെ ദിവസം രാവിലെ സ്കാൻ ചെയ്തപ്പം ഹാർട്ട് ബീറ്റായി.
പിന്നെ ഡോക്ടേഴ്സിനെല്ലാം ടെൻഷനായി, ഇതെങ്ങനെ ചെയ്യും. ആദ്യം അവർ ജനറൽ അനസ്തീഷ്യ വെച്ച് ചെയ്യാനായിരുന്നത്. പിന്നെ അത് അവർ എല്ലാം ഡിസ്കഷനൊക്കെ ചെയ്ത് മാറ്റി സ്പൈനൽ അനസ്തീഷ്യ വെച്ചിട്ട് എനിക്ക് സർജറി ചെയ്തു. സർജറി ചെയ്തപ്പോഴും ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, കുഞ്ഞിനൊന്നും സംഭവിക്കില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങളതിന് സമ്മതിച്ചതും. സർജറി കഴിഞ്ഞ് ICUവിലായി. എനിക്ക് കുറച്ച് ബോധമൊക്കെ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഡോക്ടേഴ്സ് ഓരോ മണിക്കൂർ കൂടുമ്പോഴും എൻ്റെ അടുക്ക് വരുവാണ് ബ്ലീഡിങ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ ഇങ്ങനെ വരുന്നത്, ബ്ലീഡിങ് വരുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ആദ്യത്തെ 3 മാസം നമുക്ക് ഒരു സർജറിയും ഒന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം കുഞ്ഞിൻ്റെ വളർച്ച തുടങ്ങുന്നതേ ഉള്ളൂ. നമ്മളിത് ഇങ്ങനൊരു സർജറി ചെയ്തത് കൊണ്ട് അത് അബോഷനായി പോകാനുള്ള ചാൻസസ് ഉണ്ട്. എന്നാൽ പോകും എന്നല്ല പറയുന്നത്, പക്ഷേ ചാൻസ് ഒത്തിരി കൂടുതലാണ്. അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് തന്നെ പേടിയായിട്ട് ഓരോ മണിക്കൂർ കൂടുമ്പോഴും എന്നെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വന്ന് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ വീണ്ടും ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എനിക്ക് ഒരു കുഴപ്പവും വന്നില്ല. കുഞ്ഞിൻ്റെ വളർച്ചയിലൊക്കെ എനിക്ക് ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി എനിക്ക് സാധാരണ എല്ലാവർക്കും വരുന്ന പോലുള്ള പ്രഗ്നൻസിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുള്ളൂ, അല്ലാതെ ഒരു പ്രശ്നവും ഉണ്ടായില്ല. ഇടയ്ക്കൊരു പ്രാവശ്യം ഒരു ചെറിയ ബ്ലീഡിങ് ഉണ്ടായി, പക്ഷേ ഒരു ദിവസത്തിൽ അത് സോൾവായി പോയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്നു, ഡെലിവറിക്ക് വേണ്ടിയിട്ട് നാട്ടിൽ വന്നു. ഞാൻ ഈ പറഞ്ഞതുപോലെ വയസ്സ് 35 ആയതുകൊണ്ട് നോർമൽ ഡെലിവറി എന്നുള്ളൊരു കാര്യം പോസിബിൾ ആണെന്ന് ഡോക്ടർ പറഞ്ഞു. അത് പോസിബിൾ ആയിട്ടൊന്നും തോന്നുന്നില്ല, നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാം, അത്രയേ ഉള്ളൂ. പക്ഷേങ്കിൽ എൻ്റെ ഇതുപോലെ ഹൈറ്റൊക്കെ കുറവായതുകൊണ്ട് മിക്കവാറും അത് CSA ആകാൻ ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഒരു നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്. അതേപോലെ ഞാൻ ഏറ്റവും ആഗ്രഹിച്ചത് ഒരു പെൺകുഞ്ഞിന് വേണ്ടിയിട്ടാണ്. ഞാൻ അമ്മ മാതാവിനോട് ഞങ്ങൾ ഒരു പള്ളിയിൽ പോയപ്പോഴത്തേക്കും ഇതുപോലെ അവിടുത്തെ അൾത്താരയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു മാലാഖമാരുടെ പടം വരച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്ത് എല്ലാം പെൺമാലാഖമാരുടെ പടങ്ങളാണ്. അപ്പം ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഈശോയുടെ കയ്യിൽ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടല്ലോ, അതിനകത്ത് ഒരു പെൺകുഞ്ഞിനെ എനിക്ക് തന്നാൽ മതി എന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അപ്പം ഞങ്ങൾ പുറത്തായതുകൊണ്ട് നേരത്തെ ഞങ്ങൾക്ക് അറിയാൻ പറ്റും കുഞ്ഞ് ഏതാണെന്ന്. അങ്ങനെ ഞാൻ അറിഞ്ഞായിരുന്നു പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞായിരുന്നു. ഞങ്ങൾ ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. വയറ്റിൽ തൈലം പൂശി പ്രാർത്ഥിക്കും, വയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കും. അതേപോലെ ഞങ്ങൾ വാക്യം എഴുതും. ഞങ്ങൾ രണ്ടുപേരും 2 സ്ഥലത്താണേലും വാക്യം എഴുതിയായിരുന്നു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത്. എല്ലാം കഴിഞ്ഞ് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അത്ഭുതകരമായിട്ട് എനിക്കൊരു നോർമൽ ഡെലിവറിയിലൂടെ തന്നെ എനിക്കൊരു പെൺകുഞ്ഞിനെ നൽകി അമ്മ മാതാവ് അനുഗ്രഹിച്ചു. ഡെലിവറിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പം ഡോക്ടർ ഹസ്ബൻഡിനോടും എൻ്റെ മമ്മിയോടും പറഞ്ഞു, ഇത് ഡെലിവറി ഞാൻ ലാസ്റ്റ് നിമിഷമായപ്പോൾ വിചാരിച്ചത് CS എടുക്കേണ്ടി വരും, ഇതൊരു നോർമൽ ഡെലിവറിയിലേക്ക് പോവില്ല എന്ന് തന്നെയാണ് വിചാരിച്ചത്. പക്ഷെങ്കിൽ ഭയങ്കര അത്ഭുതം പോലെ നോർമൽ ഡെലിവറി എനിക്ക് എനിക്ക് ഇൻഡ്യൂസ് ചെയ്ത് 2-3 മണിക്കൂറിനുള്ളിൽ ഞാൻ ഡെലിവറിയായി. അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. ആ കുഞ്ഞുമായിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ കുഞ്ഞിൻ്റെ പേര് നഥാനിയ എന്നാണ്. നഥാനിയയുടെ അർത്ഥം ഗിഫ്റ്റ് ഫ്രം ഗോഡ് എന്നാണ്. ഞങ്ങൾക്ക് ദൈവവും എൻ്റെ യേശുപ്പച്ചനും മാതാവമ്മച്ചിയും ഞങ്ങൾക്ക് തന്ന ദാനമാണ് ഈ കുഞ്ഞ്. പിന്നെ അതേപോലെ ഞങ്ങൾക്ക് തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ്, ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശോ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഉടമ്പടി വസ്തുക്കൾ, ഉടമ്പടിയല്ല എല്ലാ വസ്തുക്കളും ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഉടമ്പടി തൈലം എല്ലാ ദിവസവും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ കുഞ്ഞിനും ഞങ്ങളത് തേക്കുന്നുണ്ട്. ഉടമ്പടി തേനും ഉപ്പും ഒക്കെ ഞങ്ങളുടെ പ്രഗ്നൻസിയിൽ ത്രൂ ഔട്ട് ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഞാനും ഹസ്ബൻഡും ഞങ്ങൾ എവിടെ പോയാലും അല്ലെങ്കിൽ എന്ത് ആവശ്യത്തിനും പോയാലും അവിടെയൊക്കെ ഞങ്ങൾ ആ ഉടമ്പടി വസ്തുക്കളുടെ മാക്സിമം എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ അതെല്ലാം ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്. എന്നും പ്രാർത്ഥിക്കാറുണ്ട്. ഇത്രയും വലിയൊരു നന്മ ഞങ്ങൾക്ക് തന്ന പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോ അപ്പയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് സൗദിയിലാണ്. അപ്പോൾ എനിക്ക് അവിടെ അത്രയും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും ഉടമ്പടി അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ്സ് അത് എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും ഞാൻ കാണാറുണ്ട്. അത് കണ്ടിട്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത് തന്നെ. അതേപോലെ സാക്ഷ്യങ്ങൾ എപ്പോഴും കേൾക്കാറുണ്ട്, അത് ഷെയർ ചെയ്യാറുണ്ട്. ഉടമ്പടി എല്ലാ ചൊവ്വാഴ്ചയിലെ ധ്യാനം കേൾക്കാറുണ്ട്. പിന്നെ അതുപോലെ പത്രം ഇവിടെ വരുമ്പോൾ പത്രം വാങ്ങി എല്ലാവർക്കും വിതരണം ചെയ്യാറുണ്ട്. അതേപോലെ സോഷ്യൽ മീഡിയയിലും അങ്ങനെ അല്ലാതെ രീതിയിലൊക്കെ ഞങ്ങൾ അറിയുന്നതായിട്ടുള്ള അർഹതപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പൈസ കൊടുത്ത് സഹായിക്കാറുണ്ട്. വേറൊന്നും ഞങ്ങളെക്കൊണ്ടിപ്പം ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ അവിടെ ആയതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ആത്മീയ ജീവിതം ഞങ്ങൾ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന എത്തിക്കും. ഞാനൊരു യാക്കോബായ സഭാവിശ്വാസിയാണ്. എനിക്ക് ജപമാലയൊന്നും ഞങ്ങൾക്കില്ല, പക്ഷെ ഞാൻ യൂട്യൂബ് നോക്കി ജപമാല ചൊല്ലും. എല്ലാ ദിവസവും അത് ചൊല്ലുന്നുണ്ട്.
പിന്നെ എല്ലാ ഞായറാഴ്ചയാണ് ഞങ്ങൾക്ക് കുർബാന ഉള്ളത്. ഒരു ഞായറാഴ്ച പോലും മുടക്കിയിട്ടില്ല. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകാറുണ്ട്, കുമ്പസാരിച്ച് കുർബാന കൊള്ളാറുണ്ട്. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നുണ്ട്. എന്നിട്ടും എല്ലാ കാര്യങ്ങളും ഒരേ കറക്റ്റ് ടൈമിൽ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന് ഞാൻ അമ്മ മാതാവിനും ഈശോപ്പയ്ക്കോടും ക്ഷമ ചോദിക്കുന്നു. ബൈബിൾ വായിക്കുന്ന എല്ലാ ദിവസവും അരമണിക്കൂർ വെച്ചിട്ട് ബൈബിൾ വായിക്കുന്നുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന അമ്മ മാതാവിനും ഈശോപ്പയ്ക്കും 1000 നന്ദി പറയുന്നു. ഇനിയുള്ള ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾ ഉടമ്പടിയിൽ ജീവിക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് സിബിൻ. ഉടമ്പടി എൻ്റെ വൈഫാണ് ഉടമ്പടി എടുത്തത്. പക്ഷേ എങ്കിലും അതിൻ്റെ ഞാനും അവളോടുകൂടെ ഉടമ്പടിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഈശോ നൽകിയ ഒരു സമ്മാനമാണ്. ആ സമ്മാനത്തോടു കൂടിയാണ് ഞങ്ങൾ ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്നത്. നഷ്ടപ്പെട്ടു പോകും എന്ന് വിചാരിച്ച സ്ഥാനത്ത് അത്ഭുതകരമായി ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ഈശോ നൽകി അനുഗ്രഹിച്ചു. ഈശോമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? നിശ്ചിത സമയത്ത് വസന്തത്തിൽ ഞാൻ നിൻ്റെ അടുത്ത് തിരിച്ചു വരും. അപ്പോൾ സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 14-ാം വചനമാണ്. ദൈവത്തിന് അസാധ്യങ്ങളൊന്നുമില്ല. സമയങ്ങളും സാഹചര്യങ്ങളും മാനുഷിക പരിധികളാണെങ്കിലും ദൈവത്തിൻ്റെ കാര്യത്തിൽ ഒന്നും അസാധ്യമല്ല. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വചനം പറയുന്നത് ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നാണ്. നമ്മൾ പല കാര്യങ്ങൾ നമ്മുടെ മാനസികപരമായിട്ട് ചിന്തിക്കാം, മെഡിക്കലി പ്രൂഫ് ചെയ്തേക്കാം. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുന്ന ഒരു ദൈവത്തെയാണ് ഉടമ്പടിയിൽ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കുന്നത്. സിജിൽ മാത്യു എന്ന മകളുടെ സാക്ഷ്യത്തിലും ആദ്യം ഉടമ്പടി എടുത്തത് OIT എക്സാം പാസ്സാകാനായിട്ടാണ്. പിന്നീടാണ് വിവാഹത്തെപ്പറ്റി ചിന്തിച്ചതും വിവാഹം നടക്കുവാനായിട്ടും വിവാഹം നിശ്ചയിച്ച ദിവസം മുതൽ അന്നു മുതൽ ഇന്ന് വരെ ഈശോയോടും അമ്മയോടും ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മക്കളാണ്. അങ്ങനെ വിവാഹത്തിന് ശേഷം ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ് തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചത്. കാരണം ഏജ് ഓവറാണ്, കുട്ടികൾ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്, PCOD ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഒരു കുട്ടിയെ കിട്ടുക എന്നത് വളരെ ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമേ സാധിക്കുകയുള്ളെന്ന് ലേബർ റൂമിൽ സ്റ്റാഫായ ഈ മകൾക്ക് അത് പൂർണ്ണ വിശ്വാസമുണ്ട്, പൂർണ്ണമായും മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് കൂടുതലുമായ വിശ്വാസത്തോടെ തീഷ്ണതയോടെ ഈ മകൾ പ്രാർത്ഥിച്ചത് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട്. അങ്ങനെ പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് മരിയൻ കൃപാസനം ഉടമ്പടി എടുക്കുകയും ഉടമ്പടിയിൽ ലഭിച്ച നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും വെഞ്ചരിച്ച ഉപ്പും തേനും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു കുഞ്ഞിനെ നൽകി ഈശോയും അമ്മയും അനുഗ്രഹിക്കുകയാണ്. ആ കുഞ്ഞിനെ നൽകുമ്പോഴും പ്രഗ്നൻസി പോസിറ്റീവാണെന്ന് കണ്ടപ്പോഴും പിന്നീട് ഈ മകൾക്ക് തന്നെ ഒരു രീതിയിൽ അമ്മ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. എന്തോ മാതാവിനെ കണ്ടപ്പോൾ മാതാവിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാളു പോകുന്നത് പോലെ, അതായത് വ്യാകുല മാതാവിൻ്റെ ഒരു പിക്ചറാണ് ഈ മകളുടെ ഒരു വളരെ ക്ലിയറായിട്ട് അമ്മ മാതാവ് കാണിച്ചു കൊടുത്തത്. അപ്പോൾ ഈ മകൾ 3 ആഴ്ച പ്രഗ്നൻസി കഴിഞ്ഞു, 3 ആഴ്ചയോളമായി. പക്ഷെ ഓരോരോ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ കുഞ്ഞിന്. ആദ്യത്തെ കുഞ്ഞ് അബോഷനാവുകയായിരുന്നു. ചൈൽഡ് അബോഷനാകാൻ സാധ്യതയുണ്ടെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. കാരണം കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലായിരുന്നു. പിന്നീട് അവർ 3 മാസത്തിൽ സർജറി, അതായത് കിഡ്നി സ്റ്റോണിൻ്റെ സർജറി പറഞ്ഞെങ്കിൽ കുഞ്ഞിനെ അത് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് സർജറി പോസിബിലിറ്റി ഇല്ല എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ആയിരിക്കുകയും ഈ മക്കൾ പൂർണ്ണമായിട്ട് ഈശോയിലും അമ്മയിലും സമർപ്പിച്ച് വിശ്വസിച്ച് നേർച്ച വസ്തുക്കളായി വെഞ്ചരിച്ച ഉപ്പും തൈലവും ഒക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് എല്ലാ രീതിയിലും ഈശോയും അമ്മയും എല്ലാ കാര്യങ്ങളും അങ്ങ് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ തന്നെയാണ് എല്ലാം ഭംഗിയായിട്ട് തന്നെ നടത്തി കൊടുക്കുകയും അങ്ങനെ ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നഥാനിയ എന്ന കുഞ്ഞുമായിട്ട് നന്ദി പറയുകയാണ്. നഥാനിയ ഗിഫ്റ്റ് ഓഫ് ഗോഡാണ്, ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. ദൈവത്തിൻ്റെ ആ ദാനത്തിന് വേണ്ടിയിട്ട് നന്ദി പറയുകയാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഈ മക്കളിൽ വന്നിരിക്കുന്നത്. പല പ്രാവശ്യവും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം, പ്രത്യേകിച്ചും കൃപാസനം അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ സാന്നിധ്യം ഒരു മഴവിലൂടെയാണ്. ഈ മക്കൾ ജപമാലയ്ക്ക് വന്നപ്പോഴും മഴവില്ലിൽ കൂടെ ദൈവത്തിൽ ഈശോയുടെ അമ്മയുടെയും പ്രത്യേകിച്ചും അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ്
മെഴുകുതിരിയിലും അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നീട് എല്ലാ ദിവസവും അന്ന് ആ വിവാഹത്തിൻ്റെ നിശ്ചയിച്ച ദിവസം തൊട്ട് ഇന്ന് വരെ അത് ഒരു നോർമൽ ഡെലിവറി നൽകിയാണ് ഇവരെ അനുഗ്രഹിക്കുന്നത്. ഇതൊക്കെ ഇത്രയൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായാലും ഉറച്ച വിശ്വാസത്തോടെ തീഷ്ണതയോടെ ഇവർ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് രണ്ടുപേരും രണ്ട് സ്ഥലത്താണ്. ഒരാൾ ഷിപ്പിലും ഒരാൾ സൗദിയിലുമാണ്. രണ്ടുപേരും വചനം പങ്കിട്ട് രണ്ടുപേരും പ്രാർത്ഥനയാണ്. ഏറ്റവും ദാമ്പത്യ ജീവിതത്തിൽ, വിവാഹ ജീവിതത്തിൽ പ്രാർത്ഥനയാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. എന്ത് പ്രതിസന്ധി വന്നാലും പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ഏത് പ്രതിസന്ധിയിലും തകരാതെ മുന്നോട്ട് പോകുവാനായിട്ട് നമ്മെ ശക്തിപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മക്കളും തുടർച്ചയായിട്ട് വചനം എഴുതി പ്രാർത്ഥിച്ച് ഒരു 2 സ്ഥലങ്ങളിലാണെങ്കിലും രണ്ടുപേരും പ്രാർത്ഥിച്ച്, അതുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യവും ഈശോമ്മ ഏറ്റെടുത്ത് ഒരു നോർമൽ ഡെലിവറിയിൽ കൂടെ തന്നെയാണ് ഈ കുഞ്ഞിന് ലഭിച്ച് ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ കുഞ്ഞുമായി വന്ന് അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുക. ഈശോയും അമ്മയും നമ്മുടെ കൂടെയുള്ളപ്പോൾ, ആ ദൈവ സാന്നിധ്യം ഉറപ്പുള്ളപ്പോൾ നമുക്കും വിശ്വസിക്കാൻ. ലൂക്കായുടെ സുവിശേഷം 1-37 ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. യോഹന്നാൻ്റെ സുവിശേഷം 2:5 കാനായിലെ വിവാഹ വിരുന്നിൽ പരിശുദ്ധ അമ്മ പറഞ്ഞത് അവൻ പറയുന്നതെല്ലാം ചെയ്യുക എന്നാണ്. ഉടമ്പടിയിൽ നാം നിബന്ധനകൾ പാലിച്ച് ഈശോ പറയുന്നത് പോലെ വചനത്തിനനുസൃതമായി നമ്മുടെ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കി തരുന്ന ആ ദൈവത്തെ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കും. ഉടമ്പടിയിൽ വിശ്വാസത്തോടെ ദൈവത്തോട് ചേർന്ന് അസാധ്യ കാര്യങ്ങൾ സാധിക്കുന്ന ആ ദൈവത്തോട് ചേർന്ന് നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതം പൂർണ്ണമായ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കാം. സിജിലിനും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തെ, പ്രത്യേകിച്ചും കുഞ്ഞുബാവ നത്താനിയായിക്കും ഈ കുടുംബത്തിൽ ലഭിച്ച മറ്റ് എല്ലാ അനുഗ്രഹങ്ങൾക്കും രോഗസൗഖ്യത്തിനുമെല്ലാം നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആവേ മരിയ.